ഇനി എന്താ റിവെഞ്ച് മൂവ്മെന്റ്? ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഫ്രാൻസ്. ഇത് ഫ്രാൻസാണ്. പാൻസ്ലേവ് മൂവ്മെന്റ് റഷ്യയാണ്. പാൻ ജർമ്മൻ മൂവ്മെന്റ് ജർമ്മനിയാണ്. റിവെഞ്ച് മൂവ്മെന്റ് ഫ്രാൻസാണ്. In 1871, Germany occupied Alsace under France. 1871 ജർമ്മനി ഫ്രാൻസിന്റെ അധീനതയിലായിരുന്ന അൽസൈസ് ലൊറൈൻ പിടിച്ചെടുത്തു. ടു റീഗെയിൻ ഇറ്റ്, ഫ്രാൻസ് ഫോംഡ് ദി റിവെഞ്ച് മൂവ്മെന്റ്. ഇതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി അത് തിരിച്ച് ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന അൽസൈസ് ലൊറൈൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഫ്രാൻസ് ആരംഭിച്ച അതിരുകവിഞ്ഞ ദേശീയ പ്രസ്ഥാനമാണ് റിവെഞ്ച് മൂവ്മെന്റ്, പ്രതികാര പ്രസ്ഥാനം. മനസ്സിലായല്ലോ? അപ്പൊ റിവെഞ്ച് മൂവ്മെന്റ് ആരുടെ അധീനതയിലാണ്? ഫ്രാൻസിന്റെ. പാൻ ജർമ്മൻ മൂവ്മെന്റ് ജർമ്മനിയുടെ. പാൻ സ്ലേവ് മൂവ്മെന്റ് റഷ്യയുടെ. പാൻ സ്ലേവ് മൂവ്മെന്റ് ഏത് വിഭാഗക്കാരെ ഒന്നിപ്പിക്കാനായിരുന്നു? സ്ലാവിക് പീപ്പിളിനെ. ബൾഗേറിയയിലും സെർബിയയിലും ഗ്രീസിലും ഒക്കെ ഉള്ളത്. കിഴക്കൻ യൂറോപ്പില് അവരെ ഒന്നിപ്പിച്ച് റഷ്യയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരിക. പാൻ ജർമ്മൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് മധ്യ യൂറോപ്പിലെയും ബാൾക്കൻ പ്രവിശ്യകളിലെയും ഒക്കെ ഉണ്ടായിരുന്ന ടൂട്ടോണിക് വംശജരായ ജനങ്ങളെ ജർമ്മനിയുടെ കീഴിൽ ഒരുമിപ്പിക്കുക. റിവെഞ്ച് മൂവ്മെന്റ് എന്ന് പറയുന്ന ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ളതാണ്. ജർമ്മനി 1871 ഫ്രാൻസിന്റെ അധീനതയിലായിരുന്ന അൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഇത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഫ്രാൻസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് റിവെഞ്ച് മൂവ്മെന്റ്. ഓൾ ദീസ് ലെഡ് ടു സെവറൽ ക്രൈസിസ്. ഇതൊക്കെ ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങളാണ്. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ പാൻ സ്ലേവ് മൂവ്മെന്റ് ആയാലും പാൻ ജർമ്മൻ മൂവ്മെന്റ് ആയാലും റിവെഞ്ച് മൂവ്മെന്റ് ആയാലും ഒക്കെ എന്തിന് കാരണമായി? നിരവധിത്തിലുള്ള ക്രൈസിസുകൾക്ക് കാരണമായി, പ്രശ്നങ്ങൾക്ക് കാരണമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ബാൾക്കൻ ക്രൈസിസ്. ഇത്തരത്തിൽ അതിരുകവിഞ്ഞ ദേശീയത മൂലം വളർന്നു വന്ന വിഷയങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ബാൾക്കൻ ക്രൈസിസ്. എന്താണ് മൊറോക്കൻ ക്രൈസിസ് എന്ന് പരിശോധിച്ച് നോക്കാം. In 1904, a secret treaty was signed between Britain and France, by which Britain recognized the claim of France over Morocco. സംഭവം അതാണ്. മൊറോക്കൻ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1904 ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന്, ഇംഗ്ലണ്ടും ഫ്രാൻസും ചേർന്ന് ഒരു സീക്രട്ട് ട്രീറ്റി ഉണ്ടാക്കി, രഹസ്യസന്ധി ഉണ്ടാക്കി. വേറെ ആരും അറിഞ്ഞില്ലത്. ആ രഹസ്യസന്ധി ഉപയോഗിച്ച് ഫ്രാൻസിന് മൊറോക്കോയുടെ മേലുള്ള അവകാശം ബ്രിട്ടൻ അംഗീകരിച്ചു കൊടുത്തു. ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഒന്നും അംഗീകാരം വാങ്ങിച്ചില്ല. ബട്ട് ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ ജർമ്മനി. വെൻ ദി പ്രൊവിഷൻസ് ഓഫ് ദി ട്രീറ്റി വാസ് ലീക്ക്ഡ്, ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ ജർമ്മനി. ഈ വ്യവസ്ഥയിലെ കാര്യങ്ങൾ ലീക്ക് ചെയ്തപ്പോ, ജർമ്മനി അറിഞ്ഞപ്പോ, ജർമ്മനി അതിനെ നഖശികാന്തം എതിർത്തു. കാരണം എന്താ? യൂറോപ്പിലുള്ള ഈ ശക്തികൾ മാത്രം, രണ്ട് ശക്തികൾ മാത്രം ചേർന്ന് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ, കോളനികൾ കൈവശമൊക്കെ, വിശേഷിച്ച് മൊറോക്കോ പോലെയുള്ള പ്രദേശം കൈവശപ്പെടുത്തുക, രണ്ടുപേരുടെ പരസ്പര ധാരണയിൽ ഒരു രഹസ്യസന്ധിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു മൊറോക്കോ ഫ്രാൻസിന് അനുവദിച്ചു കൊടുക്കുക, ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് ജർമ്മനി അഭിപ്രായപ്പെട്ടു. ജർമ്മനി അതിനെ ശക്തിയുക്തം എതിർത്തു. Germany sent a battleship and France agreed to transfer French Congo to Germany. Thus, temporarily, this issue or crisis was solved. ജർമ്മനി ഇതിനെ പ്രകോപിതമാക്കി ഫ്രാൻസിന് മൊറോക്കോയുടെ മേലുള്ള അധികാരം അംഗീകരിച്ച് ബ്രിട്ടൻ കൊടുത്തത്, രഹസ്യസന്ധിയിലൂടെ അംഗീകരിച്ചു കൊടുത്തത് അറിഞ്ഞ ജർമ്മനി ഫ്രാൻസിനെതിരെ യുദ്ധക്കപ്പലുകളെ അയച്ചപ്പോ ഫ്രാൻസ് ജർമ്മനിയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി ഫ്രഞ്ച് കോങ്കോ ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. ദസ് ദി ഇഷ്യൂ വാസ് ടെമ്പററിലി സോൾവ്ഡ്. താൽക്കാലികമായി അത്തരത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. ഹൗ എവർ ദി എനിമിറ്റി ക്രിയേറ്റഡ് ഓർ റിവെഞ്ച് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദീസ് ടു
remained. താൽക്കാലികമായി ഇത് അടങ്ങിയെങ്കിലും ഇതുണ്ടാക്കിയ ശത്രുത തുടർന്ന് പോന്നു. Then Balkan crisis. Balkan is a region that is situated close to Aegean Sea and Black Sea. It is a part of Ottoman Empire. പഴയ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ബാൽക്കൻ പ്രദേശം എന്ന് പറയുന്നത് ഏഷ്യൻ കടലിനും ബ്ലാക്ക് സീക്കും കരിങ്കടലിനും ഇടയിലായിട്ടാണ്, അല്ലെങ്കിൽ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപ്രാധാന്യമേറിയ ഒരു പ്രദേശമാണ് ബാൽക്കൻ പ്രദേശം. യൂറോപ്യൻ ശക്തികളെ സംബന്ധിച്ചോളം കോളനികൾക്കും വ്യാപാരത്തിനും ട്രേഡ് റിലേഷൻസിനും ഒക്കെ ഏറ്റവും കൊതിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന, ആഗ്രഹിച്ചിരുന്ന പ്രദേശമാണ് ബാൽക്കൻ പ്രദേശം. പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഏഷ്യൻ കടലിനും കരിങ്കടലിനും ഇടയിലുള്ള ബാൾക്കൻ പ്രദേശം ഒരു ഇഷ്യൂ ആയി മാറി, ഒരു ക്രൈസിസ് ആയിട്ട് മാറി. 1920 ബാൾക്കൻ ലീഗ് ഡിഫീറ്റഡ് ടർക്കി. ബാൾക്കൻ പ്രദേശത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. ബട്ട് ദി ലീഗ് ബ്രേക്കപ്പ് ഇൻ ദി ഇഷ്യൂ ഓഫ് ഷെയറിംഗ് ബെനിഫിറ്റ്സ് ഓഫ് വാർ. ബാൽക്കൻ പ്രദേശങ്ങൾ പങ്കുവെക്കുന്ന കാര്യത്തിൽ തുർക്കിക്കെതിരെ സംഘടിച്ച ഈ സഖ്യകക്ഷികൾ ഭിന്നിപ്പ് ഉണ്ടാക്കി. യുദ്ധത്തിനു ശേഷം ഒരു ഭിന്നതയിലേക്ക് പോയി. ആരൊക്കെ ബാൽക്കൻ പ്രദേശങ്ങൾക്ക് വേണ്ടി ലീഗ് ഉണ്ടാക്കിയത്, സഖ്യമുണ്ടാക്കിയത്? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മൊണ്ടനെഗ്രോ തുടങ്ങിയ പ്രദേശങ്ങളാണ്, തുടങ്ങിയ രാജ്യങ്ങൾ. മൊണ്ടനെഗ്രോ, സെർബിയ, ബൾഗേറിയ, ഗ്രീസ് എന്നിവ ചേർന്ന് ഒരു ലീഗ് ഉണ്ടാക്കി, ബാൾക്കൻ ലീഗ്. ഈ ലീഗ് തുർക്കിയെ പരാജയപ്പെടുത്തുകയും യുദ്ധാനന്തരം ഇവര് പരസ്പരം ശത്രുതയിൽ ഏർപ്പെടുകയും ചെയ്തു. കാരണം യുദ്ധത്തിൽ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ പങ്കുവെക്കുന്നതിനെ ചൊല്ലി. ഓസ്ട്രിയ ക്ലെയിംഡ് ബാൾക്കൻ റീജിയൻ വിത്ത് സപ്പോർട്ട് ഓഫ് ജർമ്മനി. അപ്പൊ മറ്റൊരു ശക്തി കൂടി ഈ രംഗത്തേക്ക് കടന്നു വന്നു. ഗ്രീസിനെയും ബൾഗേറിയയും സെർബിയയും മൊണ്ടനെഗ്രോയും ഒക്കെ കൂടാതെ ഓസ്ട്രിയ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം ജർമ്മനിയുടെ സഹായത്തോടെ ബാൾക്കൻ പ്രദേശങ്ങൾ തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ആവശ്യപ്പെട്ടു. ദെൻ സെർബിയ ക്ലെയിംഡ് ദി സപ്പോർട്ട് ഓഫ് റഷ്യ. റഷ്യയുടെ സഹായത്താൽ സെർബിയയും അവകാശവാദവുമായി മുന്നോട്ട് വന്നു. അങ്ങനെ സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ ശത്രുതയിലായി. സെർബിയയും ഓസ്ട്രിയയും ഒന്നാം ലോകത്തിന്റെ തുടക്കമാണ് ഈ പറയുന്നത്. ഡ്യൂറിംഗ് ദിസ് ടൈം എ സെർബിയൻ യൂത്ത് ഗാർവെലോ പ്രിൻസപ്പ് assassinated Francis Ferdinand, the next heir to the throne of Austria, at Bosnian capital Sarajevo in July 1914. 1914 ജൂലൈ മാസത്തിൽ ഒരു സെർബിയക്കാരനായ ചെറുപ്പക്കാരൻ ഗാർവെലോ പ്രിൻസപ്പിനെ, അതായത് സെർബിയക്കാരനായ ചെറുപ്പക്കാരനായ ഗാർവെലോ പ്രിൻസപ്പ് ഓസ്ട്രിയയുടെ അനന്തര കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ചു കൊന്നു. ഇറ്റ് ബിക്കെയിം ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദി വാർ. ഇതുവരെ പറഞ്ഞ ഒന്നാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങളാണ്. ഇത് പെട്ടെന്ന് ഒന്നാം ലോകയുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. ബാൾക്കൻ ക്രൈസിസിലൂടെ ഓസ്ട്രിയ ബാൾക്കൻ പ്രദേശങ്ങൾ ആവശ്യപ്പെട്ടു ജർമ്മനിയുടെ സഹായത്താൽ. ഈ അവസരത്തിൽ റഷ്യയുടെ സഹായത്താൽ സെർബിയ ബാൾക്കൻ പ്രദേശങ്ങൾക്ക് മേൽ അവകാശം ഉന്നയിച്ചു. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, സെർബിയയും ഓസ്ട്രിയയും തമ്മിൽ ശത്രുതയിലായിരിക്കുമ്പോഴാണ് 1914 ജൂലൈ മാസത്തില് ഓസ്ട്രിയയുടെ അനന്തര അവകാശി ആവേണ്ടുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡ് ബോസ്നിയയുടെ തലസ്ഥാനമായ സറാജോവോ തെരുവീതിയിൽ വെച്ച് ഒരു സെർബിയൻ ചെറുപ്പക്കാരനാൽ വെടിയേറ്റ് മരിച്ചു. ഓസ്ട്രിയ ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ ഓൺ 28 ജൂലൈ 1914. ഇതിന്റെ പേരിൽ 1914 ജൂലൈ മാസം 28 ഓസ്ട്രിയ സെർബിയയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചു. ദി അലൈസ് റഷ്ഡ് ടു ദി ഹെൽപ്പ് ഓഫ് ദെയർ അലൈസ്. ദി അലൈസ് റഷ്ഡ് ടു ദി ഹെൽപ്പ് ഓഫ് ദെയർ അലൈസ്. സഖ്യകക്ഷികളൊക്കെ ഇരുഭാഗത്തുമായി പെട്ടെന്ന്
ഇവരെ സംരക്ഷിക്കുന്നതിന് എത്തിച്ചേർന്നു, വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദി ഫസ്റ്റ് വേൾഡ് വാർ. അത് ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ആത്യന്തികമായി എത്തുന്നതിന് കാരണമായി. Almost all nations directly or indirectly participated in this war. Due to this reason it is known as First World War. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ആഗോള യുദ്ധം എന്ന് വിളിക്കുന്നത്. ആൻഡ് ദി വാർ വാസ് എൻഡഡ് ഇൻ 1918. 1918 യുദ്ധം അവസാനിച്ചു വിത്ത് ദി ഡിഫീറ്റ് ഓഫ് ട്രിപ്പിൾ അലയൻസ്. ദാറ്റ് മീൻസ് അലയൻസ് അണ്ടർ ജർമ്മനി. ജർമ്മനിയുടെ നേതൃത്വത്തിലുള്ള ത്രികക്ഷി സഖ്യത്തിന്റെ പരാജയത്തോടെ, ജർമ്മനിയുടെ പരാജയത്തോടെ ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചു. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ആർ ദി റിസൾട്ട്സ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ? ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തെ ഫലം, ഓവർ 10 million പീപ്പിൾ ലോസ്റ്റ് ദെയർ ലൈവ്സ് ഓർ ഇഞ്ചുവേർഡ്. ഏതാണ്ട് 10 ദശലക്ഷത്തിലധികം ആൾക്കാർ മരിക്കുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ ചെയ്തു. ഒന്നാമത്തെ ഫലം, ഓവർ 10 million പീപ്പിൾ ലോസ്റ്റ് ദെയർ ലൈവ്സ് ഓർ ഇഞ്ചുവേർഡ്. സെക്കൻഡ്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡിസ്ട്രോയിഡ്. കാർഷിക, വ്യാവസായിക, വാർത്താവിനിമയ മേഖലകൾ നശിപ്പിക്കപ്പെട്ടു. ഇറ്റ് ഈസ് അനദർ റിസൾട്ട് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ. Many agricultural and industrial sectors were destroyed. Communication facilities were destroyed. കാർഷിക, വ്യവസായ, വാർത്താവിനിമയ മേഖലകളൊക്കെ തകർക്കപ്പെട്ടു. മൂന്നാമത്തെ ഫലം, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ എക്സെട്ര ഇൻക്രീസ്ഡ് കൺസിഡറബിളി. ഇറ്റ് ഈസ് വർസൻഡ് ദി സിറ്റുവേഷൻ. യുദ്ധം മൂലമുണ്ടായ ഗുരുതരമായ സാഹചര്യത്തെ കൂടുതൽ ഗുരുതരമാക്കിയ സംഭവവികാസങ്ങൾ ആയിരുന്നു തുടർന്നുണ്ടായത്. പോവർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഇതൊക്കെ ഒന്നാം ലോകത്തിന്റെ അടുത്ത ഫലമാണ്. അടുത്ത ഫലം, ഇക്കണോമിക് ഡോമിനേഷൻ ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫലം, നാലാമത്തെ ഫലം, ഇക്കണോമിക് ഡോമിനേഷൻ ഓഫ് യൂറോപ്പ് ഡിമിനിഷ്. അതുവരെ ലോകത്തെ സാമ്പത്തികമായി നിയന്ത്രിച്ചിരുന്നത്, നയിച്ചിരുന്നത് യൂറോപ്പായിരുന്നുവെങ്കിൽ ആ യൂറോപ്പിന്റെ സാമ്പത്തിക സ്വാധീനം ക്ഷയിച്ചു. മെനി ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക സ്ട്രെങ്തൻഡ്. കോളനികളാക്കപ്പെട്ട ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും കോളനികളിൽ ലിബറേഷൻ മൂവ്മെന്റുകൾ, സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കപ്പെട്ടു. അത് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫലമാണ്. ഏറ്റവും ഒടുവിലായി ദി ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ് വിത്ത് എ വ്യൂ ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ നെയിം ദി ലീഗ് ഓഫ് നേഷൻസ്. ലോക സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തുന്നതിന് വേണ്ടി ഒരു അന്താരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ടു. അതിന്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാജ്യ സഖ്യം. Then peace effects of 1919. യുദ്ധാനന്തരം 1918 ജർമ്മനിയുടെ പരാജയത്തിന് ശേഷം 1919 സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി സന്ധികൾ ഉണ്ടായി. That means several treaties were signed with defeated nations. പരാജയപ്പെട്ടവരുമായി നിരവധി സന്ധികളിൽ ഒപ്പുവെക്കപ്പെട്ടു. Important among them was the Versailles Treaty of 1919, signed between the Allied powers and Germany. Signed between the Allied powers, that means Triple Entente. സഖ്യകക്ഷികളും ജർമ്മനിയും തമ്മിൽ ഒപ്പുവയ്ക്കപ്പെട്ട ട്രീറ്റിയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉടമ്പടിയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതാണത്? 1919 സഖ്യകക്ഷികൾ ജർമ്മനിയുമായി ഒപ്പുവെച്ച വെഴ്സായി സന്ധി. എന്താ വെഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾ? പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ആർ ദി പ്രൊവിഷൻസ് ഓഫ് ദി വെഴ്സായി ട്രീറ്റി? വെഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? ജർമ്മൻ കോളനീസ് വെയർ ഡിവൈഡഡ് അമംഗ് ദി വിക്ടോറിയസ് പവേഴ്സ്. ജർമ്മനിക്കുണ്ടായിരുന്ന കോളനി, ആൾമോസ്റ്റ് ഓൾ ദി കോളനീസ് ഓഫ് ജർമ്മനി വെയർ ക്യാപ്ചേർഡ് ആൻഡ് ഡിവൈഡഡ് അമംഗ് ദി വിക്ടോറിയസ് നേഷൻസ് ഓർ അലൈസ്. ജർമ്മനിക്കുണ്ടായിരുന്ന കോളനികൾ മുഴുവൻ പിടിച്ചെടുക്കുകയും ആ കോളനികൾ
യുദ്ധത്തിൽ വിജയികളായ സഖ്യകക്ഷികൾക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു ഗിവ് എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെംനിറ്റി. രണ്ടാമത്തെ വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥ ഏതാണ്? ജർമ്മനി ഹാഡ് ടു പേ ഓർ വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാർ ഇൻഡെംനിറ്റി. യുദ്ധ ചെലവിലേക്ക് ഒരു ഭാരിച്ച തുക, യുദ്ധത്തിൽ ചെലവായതിന് ഒരു ഭാരിച്ച തുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടതായിട്ട് വന്നു. ദി അലൈഡ് പവേഴ്സ് ഓക്കുപൈഡ് ദി റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. മറ്റൊരു വ്യവസ്ഥ ഏതാണ്? ജർമ്മനിയുടെ സമ്പന്നമായ ഖനികളെല്ലാം സഖ്യകക്ഷികൾക്ക് കൈമാറേണ്ടി വന്നു. വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് അപ്പോൺ ജർമ്മനി ആൻഡ് ജർമ്മനി വാസ് ഡിസാംഡ്. ഈ വ്യവസ്ഥ അനുസരിച്ച്, വ്യവസായ സന്ധിയിലെ വ്യവസ്ഥ അനുസരിച്ച് വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് അപ്പോൺ ജർമ്മനി. യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം ജർമ്മനിയുടെ മേൽ കെട്ടിവയ്ക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ജർമ്മനി വാസ് ഡിസാംഡ്. ജർമ്മനി നിരായുധീവൽക്കരിക്കപ്പെട്ടു. Another important result of the First World War was the economic depression. മറ്റൊരു പ്രധാനപ്പെട്ട ഫലമാണ് economic depression which started in 1929, which is known as economic depression of 1930s, Great Depression of 1930s. യുദ്ധാനന്തരം 1929 ആരംഭിച്ച 1930കളിലെ സാമ്പത്തിക മാന്ദ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇക്കണോമിക് ഡിപ്രഷൻ. ദി ഓൺലി നേഷൻ ദാറ്റ് ഡിഡ് നോട്ട് അഫക്റ്റഡ് ഇക്കണോമിക്കലി ആസ് എ റിസൾട്ട് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ വാസ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യുദ്ധത്തിൽ സാമ്പത്തികമായി തകർച്ച നേരിടാതെ പോയ ഒരേ ഒരു രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രാജ്യം അമേരിക്കയായിരുന്നു. യൂറോപ്യൻ നേഷൻസ് മാനേജ്ഡ് ടു ഗെറ്റ് ലോൺസ് ഫ്രം USA. യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് വെയർ ക്രിയേറ്റഡ്. ഗുരുതരമായ സാമ്പത്തിക വിഷയങ്ങൾ അവർക്കുണ്ടായി. ദേ വെർ ഫോഴ്സ്ഡ് ടു അപ്രോച്ച് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫോർ ഗെറ്റിംഗ് ലോൺസ്. അവർക്കെല്ലാം ആരെ സമീപിക്കേണ്ടതായിട്ട് വന്നു? സാമ്പത്തികമായി കുഴപ്പമൊന്നും സംഭവിക്കാതെ നിൽക്കുന്ന അമേരിക്കയെ സമീപിക്കേണ്ടതായിട്ട് വന്നു വായ്പകൾക്ക് വേണ്ടി. US dollar overtook a British pound as the basis of foreign exchange holding. വിദേശ വിനിമയ രംഗത്ത്, വാണിജ്യ രംഗത്ത് അതുവരെ ബ്രിട്ടന്റെ പൗണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നതെങ്കിൽ ഈ സാമ്പത്തിക മാന്ദ്യം മൂലം US ഡോളറിന് താഴെ പോയി. ഇംഗ്ലീഷ് പൗണ്ടിനും മേലെയായി ഡോളറിന്റെ വില. As a result, US emerged as a new economic power. ആത്യന്തികമായി ഇതിന്റെ നേട്ടം ആരൊക്കെയാണ് ഉണ്ടായത്? അമേരിക്കയ്ക്കാണ്. എമർജ്ഡ് ആസ് എ ഗ്രേറ്റ് ഇക്കണോമിക് പവർ. ഒരു പുതിയ ശക്തമായ സാമ്പത്തിക രാജ്യമായി അമേരിക്ക ഉയർന്നു വന്നു. At that time, or at the beginning of the First World War, the European powers were great economic powers in the world. But the First World War proved beyond doubt that the greatest economic power in this world was the United States of America. അതുവരെ ഔട്ട്സൈഡ് യൂറോപ്പിൽ ഒരു പ്രബല ശക്തി ഉണ്ടായിരുന്നില്ല സാമ്പത്തികമായി. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധാനന്തരം ലോകത്ത് തെളിയിക്കപ്പെട്ടത് ലോകത്തെ യൂറോപ്പിന് പുറത്തുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് പറയുന്ന അമേരിക്കയാണ്. യൂറോപ്പിന് പുറത്ത് ഉള്ള ശക്തിയാണ്. ബട്ട് ഇറ്റ് നോട്ട് ലാസ്റ്റ് ലോങ്. ഇത് അമേരിക്കയെ ബാധിച്ചു. അത് അധികകാലം നീണ്ടു നിന്നില്ല. The world was thrown into an economic crisis which began in 1929. 1929 ലോകത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ആദ്യം യൂറോപ്യൻ രാജ്യങ്ങൾ, കോളൻ രാജ്യങ്ങൾ അതിനു മുമ്പേ, യൂറോപ്യൻ രാജ്യങ്ങൾ അത് തൊട്ട് പിന്നാലെ, ഏറ്റവും ഒടുവിൽ അമേരിക്കയും ഗുരുതരമായൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയി. 1929. The impact of economic crisis of 1929. 1929 ആരംഭിച്ച ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. വാട്ട് ആർ ദി ഇമ്പാക്ട് ഓഫ് ഇക്കണോമിക് ക്രൈസിസ് ഓഫ് 1929? അടുത്തൊരു ചോദ്യം.
1929 സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇമ്പാക്ട് എന്തൊക്കെ, പരിണത ഫലങ്ങൾ എന്തൊക്കെ? People who became pauper because of the war couldn't afford the commodities. അതായത് യുദ്ധാനന്തരം ജനങ്ങള് പാപ്പരായി മാറി. യുദ്ധാനന്തരമാണ്, യുദ്ധം മൂലമാണ് ഒരു പാപ്പരായി മാറിയത്. They couldn't afford the commodities. സാധനങ്ങൾ വാങ്ങാൻ അവർക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. ഇതിന്റെ പരിണത ഫലങ്ങളാണ് പറയുന്നത്. ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളൊക്കെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു, ഫാക്ടറികളിൽ അവശേഷിച്ചു, വിൽപ്പന നടന്നില്ലെന്നർത്ഥം. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെറ്റ്സ് ടു USA. യുദ്ധാനന്തരം വൻതോതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. ആ കടം തിരിച്ചു കൊടുക്കാൻ യൂറോപ്യൻ ശക്തികൾക്ക് കഴിയാതെയായി. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദെയർ ഡെറ്റ്സ് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ബാങ്ക്സ് കൊളാപ്സ്ഡ്. വാങ്ങിയ വായ്പ തിരിച്ചു കൊടുക്കാമെന്ന് കഴിഞ്ഞപ്പോൾ അത് അമേരിക്കയും ബാധിച്ചു. ബാങ്കുകൾ തകർന്നു. ഇൻഫ്ലേഷൻ ബിക്കെയിം അൺകൺട്രോളബിൾ. 1929 സാമ്പത്തിക ക്രൈസിസിന്റെ ഇമ്പാക്റ്റാണ്, ഫലങ്ങളാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ ബിക്കെയിം ഇൻടോളറബിൾ ഓർ അൺകൺട്രോളബിൾ. പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി. അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് പോവർട്ടി ഡെവലപ്ഡ്. ഗുരുതരമായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഉണ്ടായി. അമേരിക്കയിൽ ഇത് ആരംഭിക്കുന്ന വൈകിയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഇൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ October 24, 1929 ഈസ് നോൺ ആസ് ബ്ലാക്ക് തേഴ്സ്ഡേ. ഈ സാമ്പത്തിക മാന്ദ്യം അമേരിക്കയിൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 1929 ഒക്ടോബർ മാസം 24 1929 ഒക്ടോബർ മാസം 24 they took place a stock market crash in New York stock exchange. ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിപണിയിലെ ഒരു ക്രാഷ് ഉണ്ടായി. ഓഹരി വിപണി തകർന്നു. 1929 ഒക്ടോബർ മാസം 24 അതൊരു തേഴ്സ്ഡേ ആയിരുന്നു. അതുകൊണ്ട് അതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇരുണ്ട വ്യാഴാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണത്? പരിശോധിച്ച അതാണ്. 1929 ഒക്ടോബർ മാസം 24 ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിലുണ്ടായ ക്രാഷിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് അമേരിക്കയിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. യൂറോപ്യൻ നേഷൻസ് ഇമ്പോസ്ഡ് മെനി ടാക്സസ് ഓൺ ദി കോളനീസ്. ഇതിന്റെയും ഭാരം ആരുടെ മേലെ അടിച്ചേൽപ്പിച്ചത്? യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കോളനികളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി വൻതോതിലുള്ള നികുതി കോളനികളുടെ മേൽ ചുമത്തി. ഇൻ ഷോർട്ട്, ദി ഇക്കണോമിക് ക്രൈസിസ് ഓഫ് ദി ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് ബിക്കെയിം ദി ബർഡൻ ഓഫ് ദി കോളനീസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയും കോളനിക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിട്ട് മാറി. സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്പത്തിക പ്രതിസന്ധി കോളനിക്കാരുടെ ബാധ്യതയായി തീർന്നു എന്നർത്ഥം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർ വാർ യൂറോപ്പ്. ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾക്കിടയിലുള്ള യൂറോപ്പ്. പോസ്റ്റ് വാർ യൂറോപ്പ് എന്നും പറയും. യുദ്ധാനന്തരം, ഒന്നാം ലോക മഹായുദ്ധാനന്തരമുള്ള യൂറോപ്പ്. വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനന്റ് ഫീച്ചർ ഓഫ് യൂറോപ്പ് ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ is the rise of two ideologies, fascism and Nazism. ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും വളർച്ച. The word fascism is derived from fasces, which means a tied bundle of rods with a protruding axe. And meaning അതാണ്.
എ ടൈഡ് ബണ്ടിൽ ഓഫ് റോഡ്സ് വിത്ത് എ പ്രൊട്രൂഡിംഗ് എക്സ്. പ്രൊട്രൂഡിംഗ് എന്ന് പറഞ്ഞാൽ ഉന്തി നിൽക്കുന്ന അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന ഒരു കെട്ട് ചുള്ളിക്കൊമ്പുകളും അതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കോടാലിയും അല്ലെങ്കിൽ ഒരു മഴുവും മരം വെട്ടാൻ ഉപയോഗിക്കും. അതൊരു സിമ്പലാണ്. പൗരാണിക റോമിന്റെ സിമ്പലായിരുന്നു അത്. അതിനെ ഫാസസ് എന്നാണ് വിളിച്ചിരുന്നത്. ആ ഫാസസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ഫാസിസം എന്ന വാക്ക് ഉണ്ടായത്. അപ്പൊ ഈ സിമ്പൽ എന്ന് പറയുന്നത് സിമ്പൽ ഓഫ് കളക്റ്റീവിസം, ഏകതയുടെ ചിഹ്നമാണ്, ഐക്യത്തിന്റെ ചിഹ്നമാണ്. ഇറ്റ് ഈസ് എ സിമ്പൽ ഓഫ് കളക്റ്റീവിസം ആൻഡ് പവർ ഇൻ ഏൻഷ്യന്റ് റോം. പൗരാണിക റോമിൽ ഒരുമയുടെയും അധികാരത്തിന്റെയും സിമ്പലായിരുന്നു ഈ ഫാസസ്. ഒരു കെട്ട് കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന ഒരു കെട്ട് ദണ്ടുകളും ചുള്ളിക്കൊമ്പുകളും അതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കോടാലിയും. എന്താ ഇത്തരത്തിൽ ഫാസിസം ഉണ്ടാവാനുണ്ടായ കാരണങ്ങളെന്നാണ് ഇനി പറയുന്നത്. ദി ഫസ്റ്റ് വേൾഡ് വാർ ഡിവാസ്റ്റേറ്റഡ് ബോത്ത് ദി അലൈസ്. ഒന്നാം ലോകമഹായുദ്ധം രണ്ട് വിഭാഗത്തെയും ദോഷകരമായി ബാധിച്ചു. ഇറ്റ് ഡിവാസ്റ്റേറ്റഡ് ബോത്ത് ദി അലൈസ്, ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ ഓൺടോണ്ട്. ത്രികക്ഷി സഖ്യത്തെയും ത്രികക്ഷി സൗഹാർദ്ദത്തെയും ഒന്നുപോലെ ദോഷകരമായി ബാധിച്ചു. മോസ്റ്റ് ഗവൺമെന്റ്സ് ഇൻ യൂറോപ്പ് ഫെൽ ഡൗൺ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന പല ഗവൺമെന്റുകളും നിലംപൊത്തി. പീപ്പിൾ വെയർ ഇൻ മിസറി, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി ആൻഡ് all these nations faced greater inflation. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ കാലയളവിൽ സങ്കീർണങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോവുകയായിരുന്നു. ജനങ്ങൾക്ക് ധാരാളം ദുരിതം അനുഭവിക്കേണ്ടി വന്നു. തൊഴിലില്ലായ്മ വ്യാപകമായി, ദാരിദ്ര്യം വ്യാപകമായി, ഗുരുതരമായ പണപ്പെരുപ്പം ഉണ്ടായി. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഫാസിസം ഡെവലപ്ഡ് ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഡെവലപ്ഡ് ഇൻ ജർമ്മനി. ഈ സാഹചര്യത്തിലാണ് ഫാസിസം ഇറ്റലിയിൽ ഉണ്ടായതും നാസിസം ജർമ്മനിയിൽ ഉണ്ടായതും. അപ്പൊ ഇത് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദി റൈസ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം എന്ന് ചോദിച്ചാൽ ഈ 3 പോയിന്റ്സ് ആണ് പറയേണ്ടത്. ഫാസിസവും നാസിസവും യൂറോപ്പിൽ യുദ്ധാനന്തരം, ഒന്നാം ലോകയുദ്ധാനന്തരം വളർന്നുകൊള്ളാനിടയായ സാഹചര്യങ്ങൾ എന്തൊക്കെ? ഫസ്റ്റ് വേൾഡ് വാർ ഡിവാസ്റ്റേറ്റഡ് ബോത്ത് ദി അലൈസ്. ഒന്നാം ലോകമഹായുദ്ധം രണ്ട് സഖ്യശക്തികളെയും ഗുരുതരമായി ബാധിച്ചു. മോസ്റ്റ് ഗവൺമെന്റ്സ് ഇൻ യൂറോപ്യൻ നേഷൻസ് ഫെൽ ഡൗൺ. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒട്ടുമിക്ക ഗവൺമെന്റുകളും നിലംപൊത്തി. പീപ്പിൾ വെയർ ഇൻ മിസറി. ജനങ്ങളാകെ ദുരിതത്തിലായിരുന്നു. അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ ആഡഡ് ടു ദി മിസറീസ്. തൊഴിലില്ലായ്മ, പട്ടിണി, അതോടൊപ്പം തന്നെ പണപ്പെരുപ്പം എന്നിവ ഈ ദുരിതത്തെ കൂടുതൽ വലുതാക്കി. ഇവയാണ് ഫാസിസവും നാസിസവും വളർന്നു വരാനിടയായ കാരണം. ഇറ്റലിയിലാണ് ഫാസിസം ഡെവലപ്പ് ചെയ്തു വന്നത്. ഇക്കണോമിക് കാവോസ്. ഇൻ യൂറോപ്പ് there existed economic chaos. യൂറോപ്യൻ നേഷൻസ് ഇൻ ഇറ്റലി ആൻഡ് ജർമ്മനി. ഇറ്റലിയും ജർമ്മനിയിലും ഒക്കെ സാമ്പത്തികമായ അരാജകാവസ്ഥ നിലനിന്നു. There existed rivalries against the victorious allies. അതുപോലെ തന്നെ വിജയശ്രീലാളിതവർക്ക് നേരെ പരാജിതരുടെ ശത്രുത നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇനി എന്താണ് ഫാസിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്? വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഫാസിസം? ഫാസിസത്തിന്റെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ എന്തൊക്കെ, തത്വങ്ങൾ എന്തൊക്കെ, പ്രിൻസിപ്പിൾസ്, ആശയങ്ങൾ എന്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, ആന്റഗോണിസം ടു ഡെമോക്രസി, ജനാധിപത്യത്തിനെതിരെ. ഒപ്പോസിഷൻ ടു സോഷ്യലിസം. 2, സോഷ്യലിസത്തിന് എതിരെ. മനസ്സിലല്ലോ? ഒന്ന് ജനാധിപത്യത്തിനെതിരെ, ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തിനും എതിരെ. ഫാസിസം ഈസ് അഗൻസ്റ്റ് ഡെമോക്രസി, ഇറ്റ് ഒപ്പോസ്ഡ് സോഷ്യലിസം. ഫാസിസം ഗ്ലോറിഫൈ ദി നേഷൻ, രാഷ്ട്രത്തെ പുകഴ്ത്തിക്കാട്ടുന്നു, രാഷ്ട്രത്തെ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നു. ഗ്ലോറിഫൈ ദി നേഷൻ. ഫാസിസം അഡോണിംഗ് ദി പ്യൂരിറ്റി ഓഫ് റേസ്. മറ്റൊരു പ്രിൻസിപ്പിൾ അതാണ്. വർഗത്തിന്റെ വിശുദ്ധി എടുത്തു കാട്ടുന്നു.
തങ്ങൾ വിശുദ്ധ വർഗക്കാരാണെന്ന് അവകാശപ്പെടുന്നു ഫാസിസ്റ്റുകൾ. ദേ ജസ്റ്റിഫൈ വാർ. അവർ യുദ്ധത്തെ ന്യായീകരിക്കുന്നു. അതിനൊരു ചൊല്ല് തന്നെയുണ്ട്, വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ടു വുമൺ എന്നാണ് ഫാസിസത്തിന്റെ വക്താവായ മുസോളിനി അവകാശപ്പെട്ടത്. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ടു വുമൺ. യുദ്ധം പുരുഷന്മാർക്കുള്ളതാണ്, മാതൃത്വം സ്ത്രീകൾക്കെന്നതുപോലെ ദേ ജസ്റ്റിഫൈ വാർ. യുദ്ധത്തെ ന്യായീകരിക്കുന്നു. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണാലിസം. എന്തിനെ ഉയർത്തിക്കെട്ടുന്നു? അഗ്രസീവ് നാഷണാലിസം, അതിരുകവിഞ്ഞ ദേശീയ ബോധത്തെ ഉയർത്തിക്കാട്ടുന്നു. ദേ ഡിഫൈൻ ദി പാസ്റ്റ്. പഴയതിനെ ഉയർത്തിക്കാട്ടുന്നു, പൈതൃകത്തെ ഉയർത്തിക്കാട്ടുന്നു. ഫാസിസത്തിന്റെ മറ്റൊരു പ്രത്യേകത പ്രിൻസിപ്പിളാണ്. ഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിലൂടെയും കലയിലൂടെയും സാഹിത്യത്തിലൂടെയും ആശയപ്രകടനത്തിനു വേണ്ടി നിലകൊണ്ടു. തങ്ങളുടെ ആശയങ്ങള് വിദ്യാഭ്യാസത്തിലൂടെയും സാഹിത്യത്തിലൂടെയും കലയിലൂടെയും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിലകൊണ്ടു. ദേ സ്റ്റുഡ് ഫോർ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. അവർ സൈനിക ആധിപത്യത്തിനു വേണ്ടി നിലകൊണ്ടു. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്. രാഷ്ട്രീയ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നിലകൊണ്ടു. ഇതൊക്കെ ഫാസിസത്തിന്റെ പ്രിൻസിപ്പിൾസ് ആണ്, തത്വങ്ങളാണ്. ദി ഫൗണ്ടർ ഓഫ് ഫാസിസം വാസ് മുസോളിനി. ഇതിന്റെ സ്ഥാപകൻ ആരാണ്? മുസോളിനി ഇൻ ഇറ്റലി. ഇറ്റലിയിലെ മുസോളിനിയാണ്. ഇറ്റലിയിൽ എന്തുകൊണ്ട് ഫാസിസം സ്ഥാപിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, വാട്ട് ആർ ദി situations that led to or circumstances led to the establishment of fascism in Italy by Mussolini. മുസോളിനി ഇറ്റലിയിൽ ഫാസിസം സ്ഥാപിക്കാനിടയായ സാഹചര്യങ്ങൾ എന്തൊക്കെ? ഫസ്റ്റ് വൺ, ഇറ്റലി ഗോട്ട് നത്തിങ് though she was in the victors or she was one among the victors in the First World War. ഒന്നാം ലോകമഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കുവച്ചപ്പോ ഒന്നും ആർക്ക് നൽകിയില്ല? ഇറ്റലിക്ക് നൽകിയില്ല. ഒരു കാരണം അത്. Then second, post-war destruction of industry, unemployment, increase in the tax, inflation, etc. kept people away from government. ഒന്നാം ലോകമഹായുദ്ധാനന്തരം ഇറ്റലിയിൽ സ്ഥാപിക്കപ്പെട്ട ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പരാജയപ്പെട്ടു. യുദ്ധത്തിൽ തകർക്കപ്പെട്ട വ്യവസായം, കൃഷിയിടങ്ങൾ, യുദ്ധം മൂലമുണ്ടായ തൊഴിലില്ലായ്മ, വർദ്ധിച്ച നികുതി, പണപ്പെരുപ്പം, ഇവയുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാര്യമായി ഒന്നും ചെയ്യാൻ. Taking advantage of this confused political situation in Italy, the socialists began to establish their authority over Italy. Many socialist organizations developed at various parts of Italy. അപ്പൊ ഇറ്റലിയിലെ ഈ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് ഇറ്റലിയിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കുന്നതിന് സോഷ്യലിസ്റ്റുകൾ ശക്തി പ്രാപിച്ചു വന്നു. ദി ഇൻഡസ്ട്രിയലിസ്റ്റ്സ് ഹു ആർ വെൽത്തി ക്ലാസ് ഇൻ ഇറ്റലി were against the establishment of socialism and they supported fascism. ഈ വ്യവസായികൾ, സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും ഭയന്നിരുന്ന ഈ വ്യവസായികൾ സോഷ്യലിസവും കമ്മ്യൂണിസവും ഇറ്റലിയിൽ അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഫാസിസ്റ്റുകളെ, മുസോളിനിയെ സപ്പോർട്ട് ചെയ്തു.